السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه وأتباعه وأهل بيته وعترته وإياله وذرياته والصحابة أجمعين. ഏറ്റവും ആദരണീയരായ മജ്ലിസുൽ ഹുസ്നിയിലെ ശ്രോതാക്കളെ, ഇന്ന് സത്യവിശ്വാസിയെ സംബന്ധിച്ച് വളരെയധികം ആഹ്ലാദിക്കേണ്ട, സന്തോഷിക്കേണ്ട, ആഹ്ലാദം പങ്കിടേണ്ട ദിവസമാണ്. എല്ലാവർക്കും അറിയുമല്ലോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ മാസപ്പിറവി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദയം ചെയ്തു. റബീഉൽ അവ്വൽ 1 രാവാണ്, വെള്ളിയാഴ്ചയുടെ രാവ് കൂടെയാണ്. ഇങ്ങനെ രണ്ടും ഒരുമിച്ച് വരുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട, ലോകം കണ്ടതിൽ വെച്ച് തുല്യതയില്ലാത്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ കടന്നുവരലോടുകൂടെ ഓരോ സത്യവിശ്വാസിന്റെ ഹൃദയങ്ങളിലും സന്തോഷത്തിന്റെ തുടികൊള്ളുകയാണ്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. എന്ന് പറഞ്ഞാൽ, തുള്ളിച്ചാടുക എന്ന് പറഞ്ഞാൽ നാം ഹബീബായ തങ്ങളോടുള്ള സ്നേഹപ്രകടനം, മൗലൂദ് പാരായണങ്ങൾ, മദ്ഹ് കീർത്തനങ്ങൾ, വൃന്ദാലാപനങ്ങളൊക്കെ നടത്തി അവിടുത്തെ സന്തോഷം, അവിടുത്തെ സ്നേഹം, അവിടുത്തെ പിൻപറ്റുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിന് വേണ്ടി ഹബീബിന്റെ പ്രകീർത്തനങ്ങളും അവിടുത്തെ മൗലിക സദസ്സുകളും നമ്മളെ സ്വന്തം വീടുകളിലും നമ്മളെ കൂട്ടുകുടുംബാദികളൊക്കെ ഒരുമിച്ച് കൂട്ടി ഈ 30 ദിവസം വരെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ലോകത്ത് ഇത്തരത്തോളം അള്ളാഹു ആദരിച്ച ഒരു മഖ്ലൂഖും ഇല്ല. അള്ളാഹുവിന്റെ മഖ്ലൂഖുകളിൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു മഹബ്ബത്ത് വെച്ച ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മഹബ്ബത്ത് വെച്ചാലല്ലാതെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ഈ സന്തോഷിക്കേണ്ട, ആഹ്ലാദിക്കേണ്ട, സന്തോഷം പങ്കിടേണ്ട ഈ റബീഉൽ അവ്വലിന്റെ ചന്ദ്രപ്രവി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദയം ചെയ്ത ഈ സമയം മുതൽ പ്രവാചക സ്നേഹികളെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിന്റെ ദിവസങ്ങളും സമയങ്ങളും സെക്കൻഡുകളും മിനിറ്റുകളും ദിവസങ്ങളുമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ സമയങ്ങളും ധാരാളം സ്വലാത്ത് ചെല്ലാനും, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണങ്ങളും വൃന്ദ ആലാപനങ്ങളും നമ്മുടെ വീടുകളിലും കുടുംബത്തിലും നാം ചെയ്ത് മുന്നോട്ട് പോകാനും ഈ ഒരു മാസക്കാലം നമ്മൾ അതിനുവേണ്ടി കണിഞ്ഞ് പരിശ്രമിക്കണം, അശ്രാന്ത പരിശ്രമം നടത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഹബീബായ തങ്ങളെ സംബന്ധിച്ചുള്ള, മദീനക്കാർ ഹബീബായ തങ്ങളെ സ്വീകരിച്ച ത്വലഉൽ ബദ്ർ ചൊല്ലി ഇന്ന് അവിടുത്തെ ബർക്കത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع قد لبست ثوب عز بعد تنفيح الرقاع أنت في الكل جميل وجمال يا مطاع وبرع الأمن علينا بك في كل البقاع
بك نلنا كل عز وفخار وارتفاع وأبانا الله عنا كل سوء ونزاع خصك الباري بفضل حزب فيه طول باع حمد لا شك نبي ورسول باتباع قد علمناك نبيا أنت من حين الرضا قد علمناك نبيا أنت أنت من حين الرضا يا غريبا جانا يا جود انتصار الانتفاع نحن لا نملك شيئا من بقاع وضياع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع هذه الأملاك ملك لك يا سبت الذراع فبني ما تختار فيها من حصون وقلاع فاز من يرضاك مولا يا جميل الاصطناع أنت كنز أنت عز أنت داع أنت صاع أنت ذخر أنت فاخر أنت سلطان البقاع ربنا صل على من حل في خير البقاع وعلى الآل وصحبه ما سعى لله سعى وأسبل الستر علينا يا مجيبا كل دعاء طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع രാജസയ്യിദായ റഹ്മാനായ റസാഖായ ഗഫൂറായ ഗഫാറായ ഫത്താഹായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 1 രാവും വെള്ളിയാഴ്ച രാവും ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ നിന്ന് നമ്മളെ ഹബീബിന്റെ പേരിൽ ചൊല്ലിയതായ അവിടുത്തെ ഖസീദ അവിടുത്തെ ഔസാഫുകൾ അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മക്ക എന്ന രാജ്യം വിട്ട് തന്റെ മദീനയിലേക്ക് ഉമ്മയുടെ രാജ്യത്തിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഹിജ്റ കഴിഞ്ഞ് ഹിജ്റയുടെ അവസാന ഘട്ടം എത്തിയപ്പോൾ
മദീനക്കാർ ഹബീബായ തങ്ങളെ വല്ലാതെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് വളരെ ജിജ്ഞാസയോടുകൂടെ കാത്തിരിക്കുകയാണ് ആരെ? സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി, ഖാതിമുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിജ്ഞാസയോടുകൂടെ കാത്തിരിക്കുകയാണ്. അവിടുത്തെ ചെറിയ പെൺകുട്ടികളടക്കം എല്ലാവരും കൂടി ഹബീബായ തങ്ങളെ ദപ്പുകുട്ടിക്കൊണ്ട് സ്വീകരിക്കുകയാണ്. ദപ്പുമുട്ടിക്കൊണ്ട് സ്വീകരിക്കുന്ന സമയത്ത് അവിടുന്ന് ചൊല്ലിയ പദ്യമാണ്, അവിടുന്ന് ചൊല്ലിയ ബൈത്തുകളാണ് നാം ഇപ്പോൾ ഉരുവിട്ടത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ റബീഉൽ അവ്വൽ കഴിയുന്നത് വരെ, റബീഉൽ അവ്വൽ സമാപിക്കുന്നത് വരെ നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദുകളും മറ്റ് ഖസീദകളൊക്കെ നമുക്ക് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സ്വലാത്തൻ തുർദീക വതുർദീഹി വതർളാ ബിഅന്നാ യാ റഹ്മർ റഹീമീൻ. രാജ സയ്യിദായ അല്ലാഹ്, ഖാലിഖായ റാസിഖായ ഫത്താഹായ അലീമായ ഖാദിമായ അല്ലാഹ്, രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ ഈ പവിത്രമായ രാത്രിയിൽ വെള്ളിയാഴ്ച രാവാണ്, മാത്രമല്ല ഹബീബായ പുന്നാര ഹബീബിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിന്റെ ഒന്നാമത്തെ രാവിലാണ് ഞങ്ങളുള്ളത്. റഹ്മാനായ റബ്ബെ, അവിടുത്തെ പേരിൽ ഞങ്ങൾ ചൊല്ലിയതായ ഖസീദകൾ ബീത്തുകൾ ഇനി സ്വീകരിക്കണേ അല്ലാഹ്. അവിടുത്തെ ഔസാഫുകൾ ഞങ്ങൾ പറഞ്ഞതിൽ വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ എല്ലാം പുറത്ത് ഖബൂലാക്കണേ അല്ലാഹ്. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഉപകാരമുള്ള അമലാകി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ വന്നുപോയ, സംഭവിച്ചു പോയ, വന്ന് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവ്വ തെറ്റുകുറ്റങ്ങൾക്കും ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ഉസ്താദുമാർക്ക് നീ പൊറുക്കണേ അല്ലാഹ്. മക്കൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ, ഗുരുവര്യന്മാർ, ഞങ്ങൾ സ്നേഹിച്ചവരെ, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ആഹാരം തന്നവർ, സഹായിച്ചവരെ, സ്നേഹിച്ചവരെ പലവരും ഇന്ന് ഖബറിലാണ്, ആരുടെ മണ്ണിലാണ് അല്ലാഹ്. ഈ പവിത്രമായ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്, അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഹബീബായ തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ കൂട്ടണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഒരുപാട് തവണ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നിന്റെ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ വന്നുപോയ സർവ്വ പാപങ്ങളും നീ പാപങ്ങളും ഞങ്ങൾക്ക് നീ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളെ രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. കടങ്ങളുള്ളവരുണ്ട്, വീട്ടണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഉള്ള മക്കളെ നീ നിന്നെ പേടിക്കുന്ന, നിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ജോലിയില്ലാത്തവരുണ്ട്, അനുയോജ്യമായ ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളാരെയും കടം കൊണ്ട് നീ പരീക്ഷിക്കരുത് റബ്ബേ. രോഗം കൊണ്ട് നീ പരീക്ഷിക്കരുത് റബ്ബേ. നമ്മുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടെ സ്വർഗം കണ്ടുകൊണ്ട് കെളിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ശഫാഅത്തുൽ ഉളമ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ കിതാബ് വലം കയ്യിൽ തെരീപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, സ്വർഗം ചോദിക്കാനുള്ള ഒരു അമലും ഞങ്ങളെ കൈവശമില്ല, ഒരു അറിവും ഞങ്ങളെ പക്കലില്ല. പക്ഷേ നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം വിശാലമാണല്ലോ. ലാ തഖനതു മിൻ റഹ്മത്തില്ലാഹ് എന്നാണല്ലോ ഹദീസ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ രണ്ട് ലോകത്തും പൊതിയണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وعلينا إنك أنت التواب الرحيم. ربنا ارحمهم كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله.
الصلاة والسلام عليك يا خير خلق الله. الصلاة والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا راحة العاشقين. الصلاة والسلام عليك يا رسول رب العالمين. صلوات الله تعالى وسلامه على سعيد الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.